ഹായ്, വെൽക്കം ടു നീഡിൽ ആൻഡ് ബ്ലോസം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നൈറ്റി ബിറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലെയറിൽ ഒരു കുർത്തി ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്ലോത്തല്ല, 1/4 സ്കെയിലിൽ ഒരു പാറ്റേൺ പേപ്പറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കുർത്തിയുടെ ഫുൾ ലെങ്ത്ത് വരുന്നത് 48 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 50.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. കറക്റ്റ് 50.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. താഴേന്ന് മുകളിലേക്കായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ മതി. തുണി വിരിച്ചിട്ടിട്ട് ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ നമുക്ക് വന്നിട്ട് 7, തുന്നൽ തുമ്പ് വന്നിട്ട് 1/2, അപ്പോൾ 7 + 1. ഇതിലൊരു കട്ടിങ് വരുന്ന കാരണം നമുക്ക് 1/2 ഇഞ്ച് രണ്ട് സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ആ 1 ഇഞ്ച് ലെസ്സായി പോയിക്കോളും. അപ്പോൾ നമ്മൾ 7 + 1 8.5 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുക. പിന്നെ അതാ താഴേക്ക് നമ്മൾ 7 നമ്മൾ ആം ഹോളിൻ്റെ അളവ് 7 തന്നെ അടയാളപ്പെടുത്തുക താഴേക്ക്. വീണ്ടും നമ്മൾ അവിടുന്ന് നമ്മളെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 36 + 4 40 + 1 ഇവിടെ കൊടുത്ത ആ ലൂസ്. വീണ്ടും നമ്മൾ 1 ഇഞ്ച് തുന്നൽ തുമ്പ്. അപ്പം എല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 12 ഇഞ്ച്. 40 വരുമ്പോൾ 10, പിന്നെ +1 +1 അപ്പോൾ 12. പിന്നെ നമ്മളിവിടെ ഇതാ നേരത്തെ ഷോൾഡർ 8.5 അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ 1 ഇഞ്ച് സീം അലവൻസും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ശേഷം നമ്മൾ 3 ഇഞ്ച് നെക്ക് അടയാളപ്പെടുത്തുക. 3 ഇഞ്ച് ബാക്ക് നെക്ക്, 5.5 ഇഞ്ച് ഫ്രണ്ട് നെക്ക്. ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നെക്ക് ഇതാ ഇങ്ങനെ 2 നെക്കും നമ്മൾ ചെയ്യുക, അടയാളപ്പെടുത്തി കൊടുക്കുക. വീണ്ടും നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ്. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ പോയിൻറ്റിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. വീണ്ടും നമ്മളിതാ ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് ആം ഹോളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഹാഫ് എടുക്കുക. 7 ഉണ്ട്, അപ്പോൾ 3.5. ഇനി നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോള് വരച്ചു കൊടുക്കാം. അപ്പം ഈ ഭാഗം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയത് 12 ആണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുന്നത് 11 ആണ്. നമ്മൾ ഇതാ ഇവിടെ 11 ഇഞ്ച് അടയാളപ്പെടുത്തി. വീണ്ടും നമ്മൾ മുകളിൽ നിന്ന് തന്നെ ഒരു 18.5 ഇഞ്ച് താഴേക്ക് ഒന്നും കൂടെ അടയാളപ്പെടുത്തുക. 18.5 ഇഞ്ച് താഴേക്ക് ഒന്നും കൂടെ അടയാളപ്പെടുത്തിയിട്ട്
അവിടെ നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ 20 ഇഞ്ചിൽ നമ്മളെ ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ട് കൊടുത്ത എൻ്റെ റൗണ്ടും അപ്പോൾ നമ്മൾ അതേ 12 തന്നെ ഇവിടെയും അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതാ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പോയിൻറ്റും ഇവിടെ ലാസ്റ്റ് ഇതാ ഈ പോയിൻറ്റും തമ്മിൽ ലെങ്ത്ത് ഇതാ ഇങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നൊരു 4.5 അതുപോലെ ഇവിടെയും ഒരു 4.5 ഇതാ താഴെയും ഒരു 4.5 ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒരു ലൈന് കൊടുക്കുക. യോജിപ്പിച്ചിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇപ്പം നമ്മൾ 4.5 അല്ലേ കൊടുത്തത്. അപ്പോൾ ഈ താഴെ നമ്മൾ ഒരു 8.5 കൊടുക്കുക. ഇവിടെ ഒരു 8.5 കൂടെ മാർക്ക് ചെയ്യുക. 8.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റ് നമ്മൾ ഹിപ്പിൻ്റെ മുകളിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയത് ആ പോയിന്റിൽ നിന്നും വേസ്റ്റിൻ്റെ താഴെ ഹിപ്പിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു പോയിന്റ് ഈ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയ 8.5 എന്നുള്ള പോയിന്റിലേക്ക് നമ്മളൊരു ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക ഈ രണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ നമ്മുടെ കുർത്തിയുടെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമ്മളിപ്പം കംപ്ലീറ്റ് ലെങ്ത്ത് ഈ 48, പക്ഷെ നമുക്ക് ഹൈലോ കുർത്തിയാവുമ്പം നമുക്ക് ഫ്രണ്ടിൽ അതിൽ നിന്നൊരു 4 ഇഞ്ച് കുറച്ചിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 4 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം അതിനു മുമ്പ് നമുക്കിനി ഇവിടെ സ്ലീവിൻ്റെ പാറ്റേൺ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ക്ലോത്ത് വരുന്നുണ്ട്. അപ്പം ആ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് 7 നമ്മൾ ആം ഹോളിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് തുന്നൽ തുമ്പ് കഴിച്ചിട്ട് 7 അല്ലേ ഈ അളവ്. അപ്പോൾ നമ്മൾ 7നോട് ഒന്നും കൂടെ കൂട്ടിയിട്ട് 8 ഇഞ്ച് താഴേക്ക് എടുക്കുക. താഴേക്ക് എടുത്തിട്ട് ഒരു 3 ഇഞ്ച്
ഇതാ ഇവിടെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഹാഫ് കാണാം. ഇവിടെ നമുക്കിത് ഷേപ്പ് കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മളിവിടെ ഫുൾ ലെങ്ത്ത് എടുക്കുകയാണ്. 15 ആം റൗണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മളെ സ്ലീവും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് ഇവിടെ താഴെ ഒരു മാർക്കും കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ കുർത്തിയുടെ ഏറ്റവും സൈഡ് ലെങ്ത്തിലേക്ക് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ഇത് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഈ ഭാഗം നമ്മളിവിടുന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ഈ താഴെ ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോയിന്റ് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. നമുക്ക് ബാക്ക് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ആം ഹോള് ഇതുപോലെ കുറച്ചൊന്നിങ്ങനെ കുഴിച്ച് വെട്ടി കൊടുക്കണം. ഇതുപോലെ 4 പീസ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ ബാക്കി വരുന്ന ഈ 4 പീസിൽ നമ്മൾ ഇവിടുന്ന് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ 4 പീസ് നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ 4 പീസ് ഈ ഒരു പോയിന്റ് എന്നല്ലേ നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു പോയിന്റിനോട് ഈ കോർണർ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഒരു കോണ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചരിച്ചിട്ട്
ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കാണാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇനി ഈ 4 പീസ് ഇതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് ഇതാ നമ്മുടെ സ്ലീവും കൂടെ ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് അതാ നമ്മൾ സ്ലീവും ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ട് ഇതെങ്ങനെ ഉണ്ടാവുകയെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാവും. ഫ്രണ്ട് ബാക്ക് ഫ്രണ്ടിൻ്റെ ഒരു സൈഡ് ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കും. ഈ ഒരു പീസ് ഇങ്ങനെ ആയിരിക്കും ഫ്രണ്ടും ബാക്കും. ഇത് ഫ്രണ്ട് ഭാഗം മാത്രമാണ്. ഇതുപോലെ ബാക്കും സെയിം സംഭവങ്ങൾ ഇതുപോലെ നിങ്ങൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പം ആദ്യം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക, ഇവിടെ സ്റ്റിച്ച് ചെയ്യുക, ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇതൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ കുർത്തി സ്റ്റിച്ച് ചെയ്യണത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, നല്ല ഫ്ലെയർ ആയിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പാറ്റേണും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്.